എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മുടെ ക്വിസ് ഇവന്റിന്റെ ആദ്യ റൗണ്ടിലെ 4ാമത്തെ ക്വിസ് പ്രോഗ്രാമാണ് ഇത് നടക്കുന്നത്. ഇതിൽ ടീം MNOP എന്നീ 4 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഇതുവരെയുള്ള പ്രോഗ്രാംസ് നിങ്ങൾ കാണുകയും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അറിവ് നേടാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം ഇതിനെ കാണണം. പാർട്ടിസിപ്പൻസ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മൾ യൂട്യൂബ് ലിങ്ക് വഴി എല്ലാവരും കാണുന്നുണ്ട്. ക്വിസ് പ്രോഗ്രാമിലെ നമ്മുടെ ക്വിസ് മാസ്റ്റർ ബ്രദർ ഹരിപ്രസാദ് ആണ്. IT ടീമിനെ ലീഡ് ചെയ്യുന്നത് ബ്രദർ സൂരജ് ആണ്. സോ ലെറ്റ് us എൻജോയ് ഇറ്റ്. വളരെ എൻജോയ് ആയിട്ട് ഇത് ഒരു ഈവൻ്റ് ആയിട്ട് ഇതിനെ കണ്ട് കൂടുതൽ അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത് മാറ്റും. ഒരു അര മിനിറ്റ് നമുക്ക് എല്ലാവർക്കും കണ്ണുകളടച്ച് മാസ്റ്ററിനെ സെൻറ്റർ ചെയ്ത് പ്രയർഫുൾ ആയിട്ടിരുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Please start. That's all. നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ബ്രദർ ഹരിപ്രസാദിനോട് ക്വിസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാം. താങ്ക് യു. Welcome all your brothers and sisters, respected elders. പതുപോലെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിട്ടും ജോയ്ഫുൾ ആയിട്ട് ഇരിക്കുക. ഇതൊരു കോമ്പറ്റീഷൻ അല്ല, നമ്മൾ എന്നും പറയാറുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതൊരു പാരസ്പര്യം അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സിനോടുള്ളൊരു മിഷനോടുള്ളൊരു കമ്മിറ്റ്മെന്റ് നമ്മൾ വളരെ സ്നേഹാദരവോടുകൂടി നിർവഹിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ വില്ലിങ്നെസ്, നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പങ്കെടുക്കൽ, അതാണ് ഇതിനാവശ്യം. അല്ലാതെ വേറെ ഒരു ക്രൈറ്റീരിയം ഇതിലില്ല. നമ്മളിത് ആരുടെയും വ്യക്തിപരമായ നോളജ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേദിയല്ല. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്വിസിന്റെ ജനറൽ റൂൾസിലേക്ക് കടക്കുവാണ്. അപ്പം നമുക്ക് നിങ്ങളിപ്പം കഴിഞ്ഞ 3 ദിവസം കണ്ടു കാണും യൂട്യൂബിലും മറ്റും. നമ്മൾ 5 റൗണ്ടാണ് ഈ ക്വിസ്. അതിൽ ആദ്യത്തെ റൗണ്ട് ബേസിക് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് ഉള്ള ചോദ്യങ്ങളായിരിക്കും. 2ാമത്തെ റൗണ്ടിൽ ജനറൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. 3ാമത്തെ റൗണ്ടിൽ മാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. 4ാമത്തെ റൗണ്ടിൽ മിഷനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. 5ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് അഡ്വാൻസ് സ്പിരിച്വാലിറ്റി, കുറച്ച് ആധ്യാത്മികതയെ കുറിച്ചുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണ്. അഡ്വാൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോ ടീം MNOP ആണ് പങ്കെടുക്കുന്നത്. അതിൽ എമ്മിനോടായിരിക്കും ആദ്യത്തെ ചോദ്യം സ്വാഭാവികമായിട്ടും വരുന്നത്. അപ്പൊ എമ്മിന്റെ ടീം ലീഡർ മാത്രം ഉത്തരം പറയുക. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി 40 സെക്കൻഡ് സമയം തരുന്നതായിരിക്കും. ബ്രേക്കപ്പ് റൂമിൽ IT ടീം തരുന്നതായിരിക്കും. അതിനുശേഷം എമ്മിന്റെ ടീം ലീഡർ മാത്രം ഉത്തരം പറയുക. ഇതിനിടയിൽ ടീം NOP കഴിയുന്നത്ര നിശബ്ദമായി തന്നെ ഇരിക്കുക. കാരണം നമ്മള് ഒരു ക്വിസ് മാസ്റ്റർ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആരാണ് ഉത്തരം പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ടീമിന്റെ പേര് പറഞ്ഞിട്ട് വേണം ഉത്തരം നൽകുക. ശരിയായ ഉത്തരത്തിന് 10 മാർക്കാണ് നൽകുന്നത്. അപ്പം ഇത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. IT ടീം ക്വസ്റ്റ്യൻസ് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു ടീം M. How many major points are there from the heart onwards up to the center? ഇതാണ് ആദ്യത്തെ ചോദ്യം. ബേസിക് സ്പിരിച്വാലിറ്റി റൗണ്ട് ആണ്. ടീം എമ്മിനോടാണ് ചോദ്യം.
ഹൃദയത്തിൽ നിന്നും കേന്ദ്രം വരെ എത്ര പ്രധാന പോയിന്റ്സ് അഥവാ നോട്ട്സ് ഉണ്ട്? ഇതാണ് ചോദ്യം. Brother, 10 seconds more. Noted, brother. സർ 5. ടീം എം ആണ് ഉത്തരം പറയുന്നത്. ടീം എം ആണ് സർ. എത്ര പോയിന്റ് ആണ്? എത്ര പോയിന്റ് ആണ്? റീജിയന്റെ 1 to 5. ഹാർട്ട് റീജിയൻ അല്ല സാർ ചോദിച്ചത്. ഹൗ മെനി മേജർ പോയിന്റ്സ് ആർ ദേർ ഫ്രം ദ ഹാർട്ട് ടു ദ സെന്റർ എന്നാണ് ചോദിച്ചത്. ഹാർട്ട് റീജിയനിലെ പോയിന്റ് എത്രയാണ്? സർ 13. ടീം എം എന്നല്ലേ ഉത്തരം പറഞ്ഞത്? 13. ടീം എം. ഓക്കെ, ശരിയായ ഉത്തരമാണ്. ടീം എമ്മിന് 10 മാർക്ക് ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. തുടക്കത്തിൽ തന്നെ മനോഹരമായ രീതിയിൽ ആൻസർ പറഞ്ഞിരിക്കുന്നു ടീം എം. ഇനി അടുത്ത ചോദ്യം ടീം എന്നിനോടാണ്. അക്കോർഡിംഗ് ടു ബാബുജി മഹാരാജ്, ഹൗ മെനി ടോട്ടൽ സർക്കിൾസ് ആർ ദെയർ ഇൻ സ്പിരിച്വാലിറ്റി? ബാബുജി മഹാരാജിന്റെ അഭിപ്രായത്തിൽ ആധ്യാത്മികതയിൽ എത്ര വൃത്തങ്ങളുണ്ട്? ടീം എന്നിനോടാണ് ചോദ്യം. ആധ്യാത്മിക പുരോഗതിയെ കാണിക്കുന്ന വൃത്തങ്ങളെയാണ് ബാബുജി മഹാരാജ് ഇവിടെ പറയുന്നത്. 10 more seconds. നോട്ടഡ് ബ്രദർ. ടീം എന്ന് ഉത്തരം പറയാമോ? ടീം എൻ, നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുന്നു. ഉത്തരം പറയാമോ? ടീം എൻ, ദയവായി ഉത്തരം പറയാമോ? എത്രയാണ്? 16. അല്ല സിസ്റ്റർ, 16 ആണോ? 16.
അല്ല, തെറ്റായ ഉത്തരമാണല്ലോ. ടീം എൻ ഒരു അറ്റംപ്റ്റ് കൂടെ വേണമെങ്കിൽ തരാം, വേഗം പറഞ്ഞോളൂ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടീം ഓയ്ക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, ക്വസ്റ്റ്യൻ പാസ് ചെയ്യാണ്. ടീം എന്നിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. ടീം ഓയ്ക്ക് ഉത്തരം പറയാമോ? പറയാം. പറഞ്ഞോളൂ. 22. അരവിന്ദ് ഓ, ടീം ഓ. 22 എന്നാണ് പറഞ്ഞത്. അതെ, ബ്രദർ അരവിന്ദ് ഒന്നുകൂടെ പറയാമോ? 23 സർക്കിൾസ്. 23 സർക്കിൾസ് ശരിയായ ഉത്തരമാണ്. ടീം ഓയ്ക്ക് ഫുൾ മാർക്സ് ലഭിച്ചിരിക്കുന്നു, 10 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഓയ്ക്ക് തന്നെയാണ്. വിച്ച് ഇസ് ദ സ്റ്റേജ് ഓഫ് ദ ഫസ്റ്റ് 5 സർക്കിൾസ്? ആദ്യത്തെ 5 വൃത്തങ്ങളുടെ അവസ്ഥ എന്താണ്? പറയട്ടെ ഉത്തരം. ടീം ഓ പറഞ്ഞോളൂ. ടീം ഓ എന്ന് പറഞ്ഞിട്ട് പറയണേ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. ടീം ഓ അല്ലേ പറയുന്നത്? ചേട്ടാ അവര് ബ്രേക്ക് ഔട്ട് റൂംസിലേക്ക് പോയി. ഓക്കെ സർ. ചേട്ടാ 10 seconds more. നോട്ടെ. ചേച്ചി മായ സ്റ്റേജ് ഓഫ് മായ 5 സർക്കിൾസ്. ഇത് ഏത് ടീമാണ് പറയുന്നത്? ടീം ഓ തന്നെയാണോ പറയുന്നത്? മൈക്ക് ഓഫ് ആണ്. ഓ, ടീം ഓ മൈക്ക് ഓഫ് ആണ്. ഇല്ല, കേക്കാം സിസ്റ്റർ, പറഞ്ഞോളൂ. അരവിന്ദ് മൈക്ക് ഓഫ് ആണ്. ബ്രദർ അരവിന്ദ് മൈക്ക് ഓഫ് ആണ്. ഓക്കെ, ഇപ്പൊ ശരിയായോ? യെസ്. ഇപ്പൊ ശരിയായോ? ടീം ഓ ഉത്തരം പറയാമോ? ആദ്യത്തെ 5 സർക്കിൾസ് അല്ലേ? അതെ. ഹലോ, അത് ഹൃദയമണ്ഡലം. അതെ, ഞാൻ ചോദിച്ചത് അവസ്ഥയാണ്. മായാവസ്ഥ. കറക്റ്റ് ഉത്തരമാണ്. ടീം ഓ ശരി ഉത്തരം. നിങ്ങൾക്ക് 10 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം പിയോടാണ്. വാട്ട് ഈസ് ദ സ്റ്റേജ് ഓഫ് നെക്സ്റ്റ് 11 സർക്കിൾ? ഇപ്പൊ ഈ ആദ്യത്തെ 5 സർക്കിളിനെ ചോദിച്ച പോലെ തന്നെ അടുത്ത 11 സർക്കിൾ, അതിന്റെ ആ വൃത്തങ്ങളുടെ അവസ്ഥ എന്താണ് സൂചിപ്പിക്കുന്നത്? ടീം പിയോടാണ് ചോദ്യം. അടുത്ത 11 വൃത്തങ്ങളുടെ അവസ്ഥ എന്താണ്? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? Brother, 10 more seconds. Noted, brother. Okay, team P, ego. കറക്റ്റ് ഉത്തരമാണ്. ഈഗോ മൈൻഡ് റീജിയൻ. അതുകൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു, എങ്കിലും കറക്റ്റ് ഉത്തരം തന്നെയാണ്. ടീം പിക്ക് 10 പോയിന്റ് ലഭിച്ചിരിക്കുന്നു.
നമ്മൾ ഇനി റൗണ്ട് 2ലേക്ക് കടക്കുന്നതിന് മുമ്പ് റൗണ്ട് 1ന്റെ സ്കോറുകൾ ഒന്ന് IT ടീം ഡിസ്പ്ലേ ചെയ്യുമോ? ഓക്കെ, റൗണ്ട് 1 അവസാനിക്കുമ്പോൾ ടീം എമ്മിന് 10 പോയിന്റ്, ടീം എന്നിന് 0, ടീം ഒയ്ക്ക് 20 പോയിന്റ്, ടീം പിക്ക് 10 പോയിന്റ്. ഈ പോയിന്റുകൾ മാറി പറയുന്നതാണ്. ഇന്നലെ ലീഡ് ചെയ്ത ടീം അവസാനം പിന്നിലോട്ടായി. അപ്പം എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അടുത്ത ചോദ്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആണെന്ന് കരുതുന്നു. ജനറൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് റൗണ്ട് 2ലെ ചോദ്യങ്ങൾ. ടീം എമ്മിനോടാണ് ആദ്യത്തെ ചോദ്യം. IT ടീം പ്ലീസ് ഡിസ്പ്ലേ ദ ക്വസ്റ്റ്യൻ. പ്ലേസ് ഓഫ് ബർത്ത് ഓഫ് ലോർഡ് ബുദ്ധ. ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലം. ടീം എമ്മിനോടാണ് ചോദ്യം. ചേട്ടാ 10 more seconds. Noted, brother. ഗയ നേപ്പാളിലെ ലുംബിനി. ടീം എം നേപ്പാളിലെ ലുംബിനിയിലെ കപിലവസ്തു. ലുംബിനി നേപ്പാൾ ശരിയായ ഉത്തരമാണ്. ടീം എമ്മിന് ഫുൾ മാർക്സ് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം എന്നിനോടാണ്. ഹു വേർ ദി പേരൻസ് ഓഫ് ലോർഡ് ബുദ്ധ? ശ്രീബുദ്ധന്റെ അച്ഛന്റെയും അമ്മയുടെയും പേര്. Brother 10. Noted. എന്താണ് പേരെന്താണ്? ടീം എൻ സമയമായിരിക്കുന്നു. മായ. അച്ഛന്റെ പേരാണോ? എടുത്തു പറയണം. അമ്മയുടെ പേര് മായ. ഓക്കെ. അച്ഛന്റെ പേര് ശുദ്ധോദന. വെരി ഗുഡ് ആൻസർ സിസ്റ്റർ. ടീം എന്നിന് മുഴുവൻ മാർക്കും ലഭിച്ചിരിക്കുന്നു, 10 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഓയോടാണ്. ഇൻ വിച്ച് പ്ലേസ് ഡിഡ് ബുദ്ധ ബിക്കെയിം എൻലൈറ്റൻഡ്? ശ്രീബുദ്ധന് ബോധോദയം കിട്ടിയ സ്ഥലം. ടീം ഓയോടാണ് ചോദ്യം.
ചേട്ടാ 10 more seconds. Noted, brother. അരവിന്ദ് മൈക്ക്. ഹലോ, ഓയാണേ. പറഞ്ഞോളൂ അരവിന്ദ്. ബോധഗയ. അരവിന്ദ് പറഞ്ഞു. ബോധഗയ. ഉത്തരം ബോധഗയ. ബോധഗയ ശരി ഉത്തരമാണ്. ടീം ഒയ്ക്ക് മുഴുവൻ മാർക്കും ലഭിച്ചിരിക്കുന്നു. ബ്രദർ അരവിന്ദ് ഒരു ട്രാവൽ എന്തൂസിയാസ്റ്റും കൂടിയാണ്, അപ്പൊ തീർച്ചയായിട്ടും ആ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അടുത്തത് ടീം പിയോടാണ്. ഹു വാസ് ദ വൈഫ് ഓഫ് ശ്രീബുദ്ധ? ശ്രീബുദ്ധന്റെ ഭാര്യയുടെ പേര്. ടീം പി. ചേട്ടാ 10 more seconds. Noted, brother. ടീം പി യശോധര. വെരി ഗുഡ് ആൻസർ, ടീം പി. മികച്ച പ്രകടനമാണ് ഈ റൗണ്ടിൽ എല്ലാ ടീമും കാഴ്ചവെച്ചത്. കൺഗ്രാറ്റുലേഷൻസ് ടു 4 ടീംസ് MNOP. മികച്ച രീതിയിലുള്ള പ്രകടനം. നമ്മുടെ സ്കോർ നിലവാരം വായിക്കാം. ടീം എമ്മിന് 20 മാർക്ക്, ടീം എന്നിന് 10 മാർക്ക്, ടീം ഒയ്ക്ക് 30 മാർക്ക്, ടീം പിക്ക് 20 മാർക്ക്. ഒരു സ്കോർസ് മാറ്റിക്കോളൂ. റൗണ്ട് 3 അവർ മാസ്റ്റേഴ്സ് എന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ സെക്ഷൻ അവർ മാസ്റ്റേഴ്സ് ആണ്. മാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. ടീം എമ്മിനോടാണ് ആദ്യത്തെ ചോദ്യം. സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് ഫോർ സെയിൽ. ഹൂ സെഡ് ദിസ് ഫേമസ് വേർഡ്സ്? ആധ്യാത്മികത കച്ചവടത്തിനുള്ളതല്ല. ഈ വാക്കുകൾ പറഞ്ഞതാരാണ്? വളരെ ഫേമസ് ആയിട്ടുള്ള വാക്കുകളാണ്. ചേട്ടാ 10 more seconds. നോട്ടെ. ടീം എം ബാബുജി മഹാരാജ്. ശരിയായ ഉത്തരമാണ് ടീം എം. വെരി ഗുഡ്. നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞത് ബാബുജി മഹാരാജ് തന്നെയാണ്. അടുത്തത് ടീം എന്നിനോടാണ്. വാട്ട് വാസ് ബാബുജി മഹാരാജ് പ്രൊഫഷൻ? ബാബുജി മഹാരാജിന്റെ ജോലി ഏത് മേഖലയിലായിരുന്നു? എന്തായിരുന്നു? ടീം എന്നാണ് ഉത്തരം പറയേണ്ടത്.
ചേട്ടാ 10 more seconds. Noted, brother. ക്ലാർക്കായിരുന്നു. എഴുത്തു ജോലിയായിരുന്നു. എന്താണ് കേട്ടൂടാ സിസ്റ്റർ, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാമോ? ടീം എൻ അല്ലേ? ടീം എൻ. ഓക്കെ, പറഞ്ഞോളൂ. എഴുത്ത് ഗുമസ്തൻ പണിയായിരുന്നു. ക്ലർക്ക് ജോലിയായിരുന്നു. ശരിയായ ഉത്തരം തന്നെയാണ്. എവിടെയായിരുന്നു എന്ന് പറയാമോ? ഷാജഹാൻപൂർ. വെരി ഗുഡ്, വെരി ഗുഡ്. ടീം എൻ സിസ്റ്റർ 10 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം ക്ലർക്കായിരുന്നു, ഡിസ്ട്രിക്ട് കോർട്ട് ഷാജഹാൻപൂർ. ഓക്കെ, ടീം ഓടാണ് അടുത്ത ചോദ്യം. ടീം എന്നിന് ഫുൾ മാർക്ക് ലഭിച്ചിരിക്കുന്നു. കൈൻഡ്ലി സ്കോറേഴ്സ് കൈൻഡ്ലി നോട്ട് ഇറ്റ്. ടീം ഓയോടാണ് അടുത്ത ചോദ്യം. വിച്ച് ഇയർ ഡിഡ് ബാബുജി മഹാരാജ് അറ്റൈൻ സമാധി? ചേട്ടാ 10 more seconds. ഹലോ പറഞ്ഞോളൂ അരവിന്ദ്. ഹലോ. ടീം ഒ അരവിന്ദ് 1983 ഏപ്രിൽ. വളരെ ശരിയ ഉത്തരമാണ് ബ്രദർ അരവിന്ദ്. ടീം ഒ, നിങ്ങൾക്ക് ഫുൾ മാർക്സ് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം പിയോടാണ്. ബാബുജി മഹാരാജ് വാസ് പ്രൊഫിഷ്യന്റ് ഇൻ 3 ലാംഗ്വേജസ് അപ്പാർട്ട് ഫ്രം ഹിന്ദി. വിച്ച് ആർ ദേ? ഹിന്ദി അല്ലാതെ അദ്ദേഹം 3 ഭാഷകളിൽ പ്രാവീണ്യം നേടിയ ആളായിരുന്നു. ഏതൊക്കെ ഭാഷകളാണ്? ടീം പി ആണ് ഉത്തരം പറയേണ്ടത്. ചേട്ടാ 10 more seconds. ടീം പി ഉറുദു, പേർഷ്യ, ഇംഗ്ലീഷ്. എക്സലന്റ് ടീം പി, വെരി ഗുഡ്. നല്ല ഉത്തരം. നിങ്ങൾക്ക് പൂർണ്ണമായി 10 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടീം റൗണ്ട് 3യിലെ സ്കോറുകൾ ഒന്ന് വായിക്കാം. ടീം എം 30 മാർക്ക്, ടീം എൻ 20 മാർക്ക്, ടീം ഒ 40 മാർക്ക് കൊണ്ട് ലീഡ് ചെയ്യുന്നു. ടീം പി 30 മാർക്ക്. ടീം എമ്മിനും പിക്കും ഒരേ മാർക്കാണ്. ഓക്കെ, നമുക്ക് തുടരാം.
റൗണ്ട് 4 അവർ മിഷനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ടീം എമ്മിനോടാണ് ആദ്യത്തെ ചോദ്യം. പതിവ് പോലെ, വെൻ വാസ് ബാബുജി മെമ്മോറിയൽ ആശ്രം ഇനോഗ്രേറ്റഡ്? എന്നാണ് ബാബുജി മെമ്മോറിയൽ ആശ്രം ഉദ്ഘാടനം ചെയ്തത്? Brother, 10 more seconds. Noted. ടീം എം 1954 സിസ്റ്റർ, ശരിയായ ഉത്തരമല്ല. 53 സാറ്? അല്ല സിസ്റ്റർ, 2 അറ്റംപ്റ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ടീം എന്നിനോട് ആ ക്വസ്റ്റ്യൻ പാസ് ചെയ്യുകയാണ്. ക്ഷമിക്കുക. ടീം എൻ ഉത്തരം പറയാമോ? സാറ് 1945. അല്ല സിസ്റ്റർ, 1945 ശരി ഉത്തരമല്ല. ബാബുജി മെമ്മോ ശ്രീരാമചന്ദ്ര മിഷൻ അല്ലേ സാർ ഉദ്ദേശിച്ചത്? അല്ല സിസ്റ്റർ, ബാബുജി മെമ്മോറിയൽ ആശ്രമമാണ് ചോദിച്ചത്. ഞാൻ ഈ ക്വസ്റ്റ്യൻ പാസ് ചെയ്തോട്ടെ? ഒരു സെക്കൻഡ് പ്ലീസ് ഗീവ്. സാർ സോറി. സോറി പറയേണ്ട കാര്യമില്ല. ടീം ഓയ്ക്ക് പാസ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻ ടീം ഓ ഉത്തരം പറയാമോ? ടീം ഓ ഓൾറെഡി നമുക്ക് സമയം ധാരാളം കിട്ടിയിട്ടുണ്ട്. ടീം ഓ ഉത്തരം പറയാമോ? അരവിന്ദ് മൈക്ക് ഓൺ അല്ല. ബ്രദർ അരവിന്ദ് മൈക്ക് ഓൺ അല്ല. 1983. അല്ല ബ്രദർ അരവിന്ദ്, ഐ എം സോറി. ക്വസ്റ്റ്യൻ പാസസ് ടു ടീം പി. ടീം പി ഉത്തരം പറയാമോ? 2002. അല്ല. ടീം 4 ടീമിൽ ആർക്കെങ്കിലും ഉത്തരം പറയാമോ? ഒന്നുകൂടെ അവസാനമായിട്ട് ചോദിക്കുകയാണ്. ആർക്ക് വേണം ഉത്തരം പറയാം? ഒരു ചാൻസ് കൂടെ തരുന്നതാണ്. ഏതെങ്കിലും ടീമിന് ഉത്തരം പറയാമോ? ടീം എം. ടീം എം ആദ്യം ഒന്ന് പറഞ്ഞേ. 2003. അല്ല സിസ്റ്റർ, ടീം എന്നിന് പറയാമോ? ഓക്കെ, ആരും ഉത്തരം നൽകാത്ത സ്ഥിതിക്ക് ക്രിസ്മാസ്റ്ററിന്റെ ഉത്തരം പറയുന്നതാണ്. 30th April 1999, അതായത് ബാബുജി മഹാരാജിന്റെ 100ാം പിറന്നാളിന് ആണ് ഈ ആശ്രമം ഉദ്ഘാടനം ചെയ്തത്. ഈ ബാബുജി മെമ്മോറിയൽ ആശ്രമം ഇനോഗ്രേറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ടീം എന്നിനോടാണ് ചോദ്യം. ഹൗ മെനി റിട്രീറ്റ് സെന്റേഴ്സ് ഡു വി ഹാവ് ആൻഡ് വിച്ച് ആർ ദേ? എത്ര റിട്രീറ്റ് സെന്റർ, അതായത് ധ്യാനിക്കുന്നതിനുള്ള ഏകാന്തമായ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം, എത്ര റിട്രീറ്റ് സെന്ററുകളാണ് നമുക്കുള്ളത്? റിട്രീറ്റിന്റെ യഥാർത്ഥ മലയാളം വാക്ക് പിൻവലിയൽ.
ധ്യാനിക്കുന്നതിനുള്ള ഏകാന്തമായ നഗർ. എത്ര അത്തരം റിട്രീറ്റ് സെന്ററുകളാണ് നമുക്കുള്ളത്? ലോകം മുഴുവനുള്ള റിട്രീറ്റ് സെന്ററുകളെ പറ്റിയാണ്, ഇന്ത്യയിൽ മാത്രമുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. Brother, 10 more seconds. Noted. Thank you. Sir, one in Malambura. Hello. പറഞ്ഞോളൂ. In Malambura. പറഞ്ഞോളൂ. പിന്നെ ബാക്കി അറിയില്ല സർ. ഓക്കെ, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. എങ്കിലും ക്വസ്റ്റ്യൻ പാസസ് ടു ടീം ഒ. ഞാൻ ഉത്തരം പറയാം. ഒന്ന് മലമ്പുഴ, ഖരഗ്പൂർ, പൂനെ, USA, ഡെൻമാർക്ക്, മലേഷ്യ. കൃത്യമായിട്ടുള്ള ആൻസർ തന്നെയാണ്. എങ്കിലും അത് പ്രേക്ഷകരുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി കൃത്യമായിട്ട് വായിക്കാം. ഖരഗ്പൂർ, മലമ്പുഴ, പൻഷേദ് എന്നൊരു സ്ഥലമുണ്ട് പൂനെയില്. പിന്നെ വ്രഡ്സാൻഡേ ഡെൻമാർക്കില്, യൂറോപ്പിലാണ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്. ഓസ്റ്റിൻ, ടെക്സാസ്, USA. പിന്നീട് ശുക്ലതീർത്ത്, മലേഷ്യ. ഇത്രയും സ്ഥലങ്ങളിലാണുള്ളത്. ബ്രദർ അരവിന്ദ് പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. ടീം ഒയ്ക്ക് അപ്പം 10 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഒയോട് തന്നെയാണ്. ഹൗ മെനി ക്രസ്റ്റ് സെന്റേഴ്സ് ഡു വി ഹാവ്? ക്രസ്റ്റ് സെന്റേഴ്സ് എത്ര എണ്ണം നമുക്കുണ്ട്? ക്രസ്റ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് സെന്റർ ഫോർ റിസർച്ച്, എഡ്യൂക്കേഷൻ, സാധന ആൻഡ് ട്രെയിനിങ്. അത്തരം ക്രസ്റ്റ് സെന്ററുകൾ എത്ര എണ്ണം നമുക്കുണ്ട്? ലോകം മുഴുവനാണ് ചോദിക്കുന്നത്. Brother, 5 seconds more. Noted, brother. ഹലോ, ടീമോ. ഹലോ, ഒന്ന് ബാംഗ്ലൂരിലുണ്ട്. ഓക്കെ. ഹലോ, ബാംഗ്ലൂരിലൊരെണ്ണമുണ്ട്. കേട്ടു ബ്രദർ, കേട്ടു. യൂറോപ്പിലൊരെണ്ണമുണ്ട്. അത് കൃത്യമായി സ്ഥലം പറയണം ബ്രദർ. എനിക്ക് യൂറോപ്പിലുണ്ടെന്ന് അറിയത്തുള്ളൂ, സ്ഥലം എനിക്ക് അറിയത്തില്ല കറക്റ്റ്. ഓക്കെ, നമുക്ക് മറ്റു ടീമുകൾക്ക് ചാൻസ് കൊടുക്കാം. ആരെങ്കിലും ശരി ഉത്തരം പറയുകയാണെങ്കിൽ അവർക്കും മാർക്ക് കിട്ടുമല്ലോ. അപ്പൊ ടീം പിയോട് ഈ ചോദ്യം പാസ് ചെയ്യുകയാണ്. ബ്രദർ പറഞ്ഞത് പാർഷ്യലി ശരി തന്നെയാണ്. ബ്രദറിന് എന്തായാലും 5 മാർക്ക് ഉറപ്പാണ്. ടീം പിക്ക് പറയാമോ? ടീം പി യൂറോപ്പിൽ എവിടെയാണെന്ന് പറയാമോ? ബാംഗ്ലൂർ ക്രസ്റ്റ്, കർണാടക, ബെർലിൻ മിട്ടെ, ജർമ്മനി.
പി ആണോ ഉത്തരം പറഞ്ഞത്? അതെ, ടീം പി. പിക്ക് അപ്പൊ 5 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ബെർലിൻ ആണ് യൂറോപ്പില്, ജർമ്മനിയിലുള്ള ബെർലിൻ. അപ്പം ടീം ഒ 5 മാർക്ക് നേടിയിരിക്കുന്നു, ടീം പിയും 5 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം പിയോടാണ്. വേർ ഇസ് അവർ ആശ്രം ലൊക്കേറ്റഡ് ഇൻ ഡെൻമാർക്ക്? ഡെൻമാർക്കിലെ നമ്മുടെ ആശ്രം ഏത് സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അത് എപ്പോഴും നമ്മുടെ പുസ്തകങ്ങളിലും ആർട്ട്ഫുൾനെസ് ബുക്സിലും നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ ധാരാളം വരാറുള്ളത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു. Brother, 5 seconds more. Noted. ടീം പി, റെഡ് സാൻഡ്. എവിടെയാണ്? റെഡ് സാൻഡ് അല്ല, തെറ്റായ ഉത്തരമാണ്. ടീം എമ്മിന് പറയാമോ? ടീം പി കോപ്പൻഹെഗൻ. ടീം എം ആണ് ചോദിച്ചത്. ടീം പിയുടെ ചാൻസ് കഴിഞ്ഞല്ലോ. എം ആണ്. കോപ്പൻഹാഗൻ അല്ല. കോപ്പൻഹാഗൻ ഡെൻമാർക്കിന്റെ തലസ്ഥാനമാണ്, പക്ഷെ അവിടെ അല്ല. ആശ്രമം അവിടെ നിന്നും ദൂരെയാണ്. സാർ അറിയില്ല സാർ. ഓക്കെ, ടീം എന്നിന് അറിയാമോ? ടീം എം. ടീം എന്നിന് അറിയാമോ? ടീം എൻ. ഓക്കെ, ടീം ഒയ്ക്ക് അറിയാമോ? ടീം പിക്ക് ഒരു ചാൻസും കൂടെ തരുമോ? ആർക്കാണ്? ഹലോ, പറയട്ടെ. ഹലോ, ഒരു മിനിറ്റ് ബ്രദർ. ഒരു മിനിറ്റ് ബ്രദർ. ടീം പി ഒരു ചാൻസ് കൂടെ ചോദിച്ചിരിക്കുന്നു. അല്ല, ഞാൻ പറയുന്നത് കേൾക്കാമോ? ടീം പിക്ക് ഒരു ചാൻസ് കൊടുത്തോട്ടെ ബ്രദർ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഹോൾബർഗേറ്റ്. അല്ല, സോറി സിസ്റ്റർ. ടീം ഓയ് പറഞ്ഞോളൂ. ബ്രദർ അരവിന്ദിന് പറയാം. ടീം ഒ പറഞ്ഞോളൂ. വിൻസേ സാൻഡേ. കറക്റ്റ് ആണ്. ബ്രൈറപ്പില്, ഡെൻമാർക്കിലെ ബ്രൈറപ്പിലുള്ള വിൻസേ കറക്റ്റ് ഉത്തരമാണ്. ഇതിനെ ജില്ലാൻഡ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഈ സ്ഥലത്തിന്. 2011 തൊട്ട് ഇത് നമ്മുടെ ഹാർട്ട്ഫുൾനെസ് റിട്രീറ്റ് സെന്ററും കൂടിയാണ്. നേരത്തെ ചോദ്യത്തിൽ തന്നെ ഇതിന്റെ ഉത്തരം ഉണ്ടായിരുന്നു. അപ്പം ടീം ഒയ്ക്ക് ഫുൾ മാർക്സ് കൊടുക്കേണ്ടി വരും. ടീം ഒയ്ക്ക് ഫുൾ മാർക്സ് ലഭിച്ചിരിക്കും. ഓക്കെ, ഇത് കൂടാതെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ, നമുക്ക് സമയമുള്ളത് കൊണ്ട് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടെ പറയാം. നമ്മുടെ ആശ്രമങ്ങള് കോപ്പൻഹാഗൻ, ഡെൻമാർക്കിന്റെ തലസ്ഥാനമുള്ള കോപ്പൻഹാഗന്റെ അടുത്താണ് വിർസാൻഡ്, പക്ഷെ കുറച്ച് അകലെയാണ്. അതുകൊണ്ട് കോപ്പൻഹാഗൻ എക്സാക്ട് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ആശ്രമം ചെന്നൈയിലുണ്ട്, ദുബൈയിലുണ്ട്, ടൊറന്റോ കാനഡയിലുണ്ട്, ജോഹനസ്ബർഗ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയുടെ തന്നെയാണ് ജോഹനസ്ബർഗ്. അതുപോലെ തന്നെ കനഹ ശാന്തിവനം, പിന്നെ മൊലേന USA, പാരീസ് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലുണ്ട്, പിന്നെ UK തലസ്ഥാനമായ ലണ്ടനിലുണ്ട്, പിന്നെ പരംധാം ബാംഗ്ലൂർ, സത്കോൾ ഇന്ത്യ, തിമിസോവാറ റൊമാനിയ,
ഷാജഹാൻപൂർ UP, പിന്നെ സിംഗപ്പൂർ, പിന്നെ ഈ തന്നെ ഡെൻമാർക്ക്. ഇത്രയും സ്ഥലങ്ങളിൽ ആർട്ട്ഫുൾനെസ് ആശ്രമങ്ങളുണ്ട്. ഓക്കെ, നമ്മള് റൗണ്ട് 4ന്റെ അവസാനത്തെ സ്കോർ നിലവാരം ടീം എമ്മിന് 30 മാർക്ക്, ടീം എന്നിന് 20 മാർക്ക്, ടീം ഒ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്, 65 മാർക്ക്, ടീം പി 35 മാർക്ക്. ഓക്കെ, എല്ലാ ടീമുകളും വിജയിച്ചു അല്ലെങ്കിൽ തോൽവി അങ്ങനെയുള്ള ഒരു ചിന്തയെ വേണ്ട. കാരണം നമ്മൾ തോറ്റാലും മാസ്റ്ററിന് വേണ്ടിയാണ് നോക്കുന്നത്, ജയിച്ചാലും മാസ്റ്ററിന് വേണ്ടിയാണ്. ഇതിൽ പങ്കെടുത്തതിന് തന്നെ എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. നമുക്ക് റൗണ്ട് 5ലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ക്രഷ് ട്രെയിനിങ് പ്രോഗ്രാമിന് നമ്മളോട് പറഞ്ഞ ഒരു ഫോർമുല നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സമയമുള്ളത് കൊണ്ട് സ്പിരിച്വൽ ഡെവലപ്മെന്റിന് ഉള്ളൊരു ഫോർമുലയാണ് നോളജ് പ്ലസ് അണ്ടർസ്റ്റാൻഡിങ് പ്ലസ് ഇംപ്ലിമെന്റേഷൻ. K+U+I = സ്പിരിച്വൽ ഡെവലപ്മെന്റ്. അത് നമ്മുടെ ക്രഷ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായി പറഞ്ഞാണ്. വളരെയധികം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നോളജ് ഉണ്ടായിരിക്കണം, അതും ഗ്രഹിക്കാനുള്ള ഒരു മനസ്ഥിതിയും അത് ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. പ്ലസ് ഇംപ്ലിമെന്റേഷൻ, ഏറ്റവും പ്രധാനം അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. നോളജ് ഉണ്ടായാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. ഇത് മൂന്നും കൂടി ചേർന്നാൽ വളരെയധികം ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് നമുക്ക് ലഭിക്കുന്നത് സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ക്രഷ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയായിരുന്നു. ഒരു ദിവസം ഒരു എൻ്റയർ സെഷൻ ഇതിനു വേണ്ടി നമ്മൾ ചെലവാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, റൗണ്ട് 5ലേക്ക് നമ്മൾ കടക്കുകയാണ്. അഡ്വാൻസ് സ്പിരിച്വാലിറ്റി ആണ് ഈ റൗണ്ട്. ടീം എമ്മിനോട് ആദ്യത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ബാബുജി മഹാരാജ്, ഹു ഹാസ് റീച്ച്ഡ് ദി ഹൈയസ്റ്റ് പോയിന്റ് സോ ഫാർ ഇൻ ദ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് ആൻഡ് വിച്ച് പോയിന്റ് ഡിഡ് ഹി ക്രോസ്? അതായത് മനുഷ്യരാശിയുടെ പരിണാമരൂപമായ വളർച്ചയിൽ അഥവാ ക്രമികമായ വികസനത്തിൽ ഇന്ന് വരെ ഏറ്റവും ഉയർന്ന നിലയിൽ അഥവാ പോയിന്റിൽ എത്തിയത് ആരാണ്? ഇതിൽ നമ്മൾ അവതാരങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നത്, മനുഷ്യനായി ജന്മമെടുത്ത് ഇത്തരത്തിൽ ഹയസ്റ്റ് പോയിന്റ് എത്തിയത് ആരാണെന്നാണ് ചോദ്യം. വോളിയം 1 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചേട്ടാ 5 more seconds. ഓക്കെ, ഹലോ പറഞ്ഞോളൂ. ഹലോ, ടീം ടീം എം കബീർ ദാസ് ആണ്. ഹലോ കബീർ ദാസ് ആണ്. ഹലോ ടീം എം കബീർ ദാസ്. സിസ്റ്റർ പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. പക്ഷെ ഞാൻ അതിൽ ഏത് പോയിന്റ് ആണ് അദ്ദേഹം കടന്നെന്നും കൂടെ പറയാമോ? 16-ാം പോയിന്റ്. വെരി ഗുഡ് ആൻസർ സിസ്റ്റർ. ടീം എമ്മിന് ഫുൾ മാർക്സ് ലഭിച്ചിരിക്കുന്നു. സെയിൻ കബീർ ദാസ് 16th പോയിന്റ് ആണ് അദ്ദേഹം കടന്നത്. ടീം എമ്മിന് ഫുൾ മാർക്സ് ലഭിച്ചിരിക്കുന്നു, 10 മാർക്ക്. ഓക്കെ, ടീം എന്നിനോടാണ് അടുത്ത ചോദ്യം. വിച്ച് പോയിന്റ് ഈസ് കോൾഡ് ദി ക്രൈസ്റ്റ് പോയിന്റ്? ക്രിസ്തുവിന്റെ പോയിന്റ് അല്ലെങ്കിൽ ബിന്ദു. വിച്ച് പോയിന്റ് ഈസ് കോൾഡ് ദി ക്രൈസ്റ്റ് പോയിന്റ്? പറയാമോ? ടീം എന്നിനോടാണ് ചോദ്യം.
Brother, 5 more seconds. Noted, brother. ഹാർട്ട് റീജിയൻ. ടീം N ആണോ? സർ ടീം എൻ ഹാർട്ട് റീജിയൻ. പോയിന്റ് ആണ് ചോദിക്കുന്നത് സിസ്റ്റർ. മൂന്നാമത്തെ പോയിന്റ് ക്രൈസ്റ്റ് പോയിന്റ് എന്നാണ്. ഇവിടെ ക്രൈസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. പോയിന്റ് 3. അല്ല സിസ്റ്റർ, റോങ് ആൻസർ. ഞാൻ ക്വസ്റ്റ്യൻ പാസ് ചെയ്യുവാണ്. ടീം ഓയ്ക്ക് പാസ് ചെയ്യാണ്. ടീം ഓ ഉത്തരം പറയാം. ഉത്തരം 2 സെക്കൻഡ് പോയിന്റ്. ടീം ഓ എന്നല്ലേ പറയുന്നത്? അതെ, ഓ ടീം ഓ സെക്കൻഡ് പോയിന്റ്. കറക്റ്റ് ഉത്തരമാണ്. ക്രൈസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് 2 ആണ്. സെക്കൻഡ് പോയിന്റ് തന്നെയാണ്. ഇതിനെക്കുറിച്ച് ദാജി 2015 അദ്ദേഹത്തിന്റെ US ടൂറിൽ മൊൺട്രോ ആശ്രമത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ sajmark.org ബുള്ളറ്റിൻ 2016.2 ജനുവരി 3, 2016 ആ ഒരു ബുള്ളറ്റിനിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടീം ഓയോടാണ് അടുത്ത ചോദ്യം. What is the color of the heart chakra or anahata chakra as mentioned in yoga? Heart chakra, anahata chakra ആണ്. ആ ചക്രയുടെ നിറം യോഗ പറയുന്നത് ഏത് കളറാണ്? ടീം ഓടാണ് ചോദ്യം. Brother, 5 more seconds. Noted, brother. ഗ്രീൻ കളർ ആണോ? ഓ എന്താണ് ബ്രദർ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? ഗ്രീൻ കളർ ആണോ ഹാർട്ട് ചക്ര? ഹലോ, എന്നോട് ചെക്ക് ചെയ്യാണോ ആൻസർ ആണോ? ഗ്രീൻ കളർ. ഗ്രീൻ കളർ. വെരി ഗുഡ് ആൻസർ ബ്രദർ. ദാറ്റ് ഈസ് എ വെരി ഗുഡ് അറ്റംപ്റ്റ്. ഗ്രീൻ കളർ തന്നെയാണ്. ഹാർട്ട് ചക്രയുടെ നിറം ഗ്രീൻ ആണ്. അടുത്ത ചോദ്യം ടീം പിയോടാണ്. As an avatar from which sphere did Lord Krishna came from? ഭഗവാൻ കൃഷ്ണൻ ഏത് ഗോളം അല്ലെങ്കിൽ ഏത് മണ്ഡലത്തിൽ നിന്നാണ് അവതരിച്ചത്? ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് രാമചന്ദ്ര വോളിയം 2 പറയുന്നു. പേജ് നമ്പർ പറയില്ല, കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമല്ലോ ഉത്തരം പറയാൻ. അതുകൊണ്ട് പേജ് നമ്പർ പറയുന്നില്ല. പക്ഷേ വളരെ വ്യക്തമായിട്ട് ബാബുജി മഹാരാജ് പറയുന്നു. Brother, 5 more seconds. Noted. ടീം പി മഹാമായ. ടീം ബി വോളിയം 2 പറയുന്നത് മഹാമായ മണ്ഡലം ശരി ഉത്തരം തന്നെയാണ്. പക്ഷെ കൃത്യം ആൻസർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേറൊരു ഉത്തരമാണ്. ഞാൻ പ്രത്യേകം ചോദിച്ചായിരുന്നു സ്പിയർ
ആ സ്പിയർ തന്നെ ഉത്തരമായിട്ട് പറയുക. ഏത് സ്പിയർ ആണ്? മഹാമായ മണ്ഡലം എന്നുള്ള ഉത്തരം ശരി തന്നെയാണ്. പക്ഷെ ഞാൻ ഇവിടെ ചോദിക്കുന്നത് അതല്ല, സ്പിയർ ആണ്. കൃത്യമായി നമ്മൾ ചോദിക്കുന്നുണ്ട് സ്പിയർ. വിച്ച് സ്പിയർ എന്നാണ് ഞാൻ ചോദിച്ചത്. ടീം ബി പാസ് ചെയ്ത ഉത്തരം. അതെ. ഓക്കെ, ടീം എമ്മിന് അറ്റംപ്റ്റ് ചെയ്യാമോ? ഈശ്വരീയതയുടെ മണ്ഡലം. എന്താണ് കേൾക്കുന്നില്ല കേട്ടോ, ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഈശ്വരീയതയുടെ മണ്ഡലം, മഹാമായയുടെ ഈശ്വരീയ മണ്ഡലം. അതിനൊരു പേരുണ്ടല്ലോ, അതൊന്ന് പറയാമോ? ടീം പി പറഞ്ഞ ഉത്തരവും ടീം എം പറഞ്ഞ ഉത്തരവും ഏതാണ്ട് ശരി തന്നെയാണെന്ന് പറയാം. പക്ഷെ അതിനൊരു പേരുണ്ട്. അതുകൊണ്ടാണ് ചോദ്യത്തിൽ നമ്മൾ വ്യക്തമായിട്ട് സ്പിയർ എന്ന് പറഞ്ഞത്. അതെനിക്ക് ഇത്രേ അറിയാവുള്ളൂ സാറ്. ഓക്കെ, ഞാൻ ആ ചോദ്യം ഒന്ന് പാസ് ചെയ്യാണ്. ടീം എന്നിനോടും ടീം എൻ എന്ന് പറയാമോ? കോൺഷ്യസ്നസ് ജ്ഞാനമണ്ഡലം. അല്ല സിസ്റ്റർ, ഐ എം സോറി. ടീം ഓയ്ക്ക് പറയാമോ? ഓ അരവിന്ദ്, സെൻട്രൽ റീജിയൻ. സെൻട്രൽ റീജിയൻ. ബ്രദർ, അതിനെക്കാട്ടിയും കുറച്ചുകൂടെ നല്ല ഉത്തരം പറഞ്ഞത് ടീം പിയും എമ്മുമാണ്. സെൻട്രൽ റീജിയൻ അല്ല, സ്പിയർ ഓഫ് ദി സെൻട്രൽ പോയിന്റ് എന്ന് ബാബുജി മഹാരാജ് വളരെ വ്യക്തമായിട്ട് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് രാമചന്ദ്ര വോളിയം 2 പേജ് നമ്പർ 240 പറയുന്നുണ്ട്. അതുകൊണ്ട് ടീം പിക്കും എമ്മിനും ഞാൻ 5-5 മാർക്ക് വീതം നൽകുകയാണ്. കാരണം അവരെ ഓൾമോസ്റ്റ് ഉത്തരം പറഞ്ഞു. മഹാമായ മണ്ഡലം എന്നും പറഞ്ഞു, ഈശ്വരന്റെ മണ്ഡലം എന്നും പറഞ്ഞു എം. അപ്പം അവർക്ക് രണ്ടുപേർക്കും 5 മാർക്ക് വീതം കൊടുക്കുകയാണ്. മികച്ച പ്രകടനമാണ് എല്ലാ ടീമുകളും കാഴ്ചവെച്ചത് ഇന്നത്തെ ക്വിസിൽ. നമുക്ക് സ്കോർ നിലവാരം നോക്കാം. ഫൈനൽ സ്കോർ ഇന്നത്തെ എമ്മിന് 45 പോയിന്റ്, എന്നിന് 20 പോയിന്റ്, ഓയ്ക്ക് 85 പോയിന്റ്, ടീം പിക്ക് 40 പോയിന്റ്. അപ്പൊ ഇന്നത്തെ ക്വിസിന് ലീഡിംഗ് ടീം ഓ ആണ്. പക്ഷേ ഇവിടെ ഈ അവസരത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. ടീം എന്നിലെ സിസ്റ്റർ സോഫിയയും മറ്റൊരാളുമായി ഉണ്ടായിരുന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. വളരെ മികച്ച പ്രകടനം തന്നെയാണ് അവർ കാഴ്ചവെച്ചത്. കാരണം ടീം മെമ്പേഴ്സ് വളരെ കുറവായിരുന്നിട്ട് പോലും വളരെ മികച്ച രീതിയിൽ അവർ പെർഫോം ചെയ്തു. അപ്പൊ ഞാൻ അവരെ ഒന്ന് സ്പെഷ്യലായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്. വളരെ സന്തോഷം സിസ്റ്റർ സോഫിയ, ടീം അംഗബലം കുറഞ്ഞെങ്കിലും പങ്കെടുത്തത്. അപ്പം ടീം ഓയും ടീം പിയും ടീം എമ്മും ക്വാർട്ടർ ഫൈനൽസിലേക്ക് കടക്കുന്നു, അടുത്ത റൗണ്ടിലേക്ക് കടക്കുക. ബ്രദർ അനിൽ, can you please continue? ഇന്നത്തെ എല്ലാ ടീമിന്റെയും പ്രകടനം വളരെ മികച്ചതായിരുന്നു. എസ്പെഷ്യലി രണ്ടുപേര് മാത്രമുള്ള ടീംസ് പോലും വളരെ നന്നായിട്ട് ബ്രദർ ഹരിപ്രസാദ് പറഞ്ഞ പോലെ ചെയ്തു. ഇതൊരു വളരെ ഇമ്പ്രൂവ്മെന്റ്സ് ആണ്. ഡേ ബൈ ഡേ നോക്കുമ്പോൾ ഇമ്പ്രൂവ്മെന്റ്സ് വളരെയധികം കാണുന്നുണ്ട്. കൂടുതൽ വായിക്കാൻ ഈ ക്വിസ് പ്രോഗ്രാം പ്രചോദനം നൽകിയെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. ഇന്ന് ബ്രദർ പറഞ്ഞ പോലെ ഈ ടീംസുകള് ഇമ്പ്രൂവ് ഇന്ന് ജയിച്ച ടീമുകൾ അടുത്ത റൗണ്ടിലോട്ട് കടന്നിരിക്കുകയാണ്. നാളത്തോടു കൂടി നമ്മുടെ ആദ്യത്തെ റൗണ്ടിലെ അവസാന മത്സരം കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കറക്റ്റായിട്ട് കിട്ടും അടുത്ത റൗണ്ടിലോട്ട്, സെക്കൻഡ് റൗണ്ടിൽ. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അഭ്യാസികൾക്ക് അഭിനന്ദനങ്ങൾ. ഇനി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക.
നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ ഇമ്പ്രൂവ് ആവാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. Thank you, participants. Thank you, brother.